സാധാരണക്കാരന്റെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന 8 പ്രധാന മാറ്റങ്ങളാണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. 6 പതിറ്റാണ്ട് പഴക്കമുള്ള ആദായ നികുതി നിയമം മാറുന്നത് മുതൽ ATM ചാർജുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കാം കേട്ടോ നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് അവ ഏതൊക്കെയൊന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും വലിയ മാറ്റം ആദായ നികുതിയിലാണ്. 1961 പഴയ നിയമത്തിനു പകരം ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വരികയാണ്. സങ്കീർണമായ നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതോടെ വകുപ്പുകളുടെ എണ്ണം 819 നിന്നും 536 കുറഞ്ഞിരിക്കുന്നു. ഇനി മുതൽ അസസ്മെന്റ് ഇയർ എന്ന പദമില്ല, പകരം ടാക്സ് ഇയർ എന്നായിരിക്കും അറിയപ്പെടുക. ശമ്പളക്കാർക്ക് ആശ്വാസമായി 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പുതിയ നികുതി വ്യവസ്ഥയിൽ ഇനി നികുതി നൽകേണ്ടി വരില്ല. സെഷൻ 87A പ്രകാരമുള്ള ഉയർന്ന റിബേറ്റാണ് ഇതിന് തുണയാകുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ബാങ്കിംഗ് ഇടപാടുകളിലാണ്, പ്രത്യേകിച്ചും ATM ഉപയോഗിക്കുമ്പോൾ. UPI വഴി കാർഡില്ലാതെ പണം പിൻവലിക്കുന്ന രീതി ഇപ്പോൾ ജനപ്രിയമാണല്ലോ. എന്നാൽ ഏപ്രിൽ 1 മുതൽ HDFC ബാങ്ക് ഈ സൗജന്യം അതിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് ഒരു മാസത്തിനുള്ളിൽ നിശ്ചിത എണ്ണം സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞാൽ ഓരോ തവണയും UPI വഴി പണം പിൻവലിക്കുമ്പോൾ 23 രൂപ ചാർജ് നൽകേണ്ടി വരും. ബന്ധൻ ബാങ്ക് മെട്രോ നഗരങ്ങളിൽ 3 തവണയും അല്ലാത്തയിടങ്ങളിൽ 5 തവണയും മാത്രമേ പിൻവലിക്കാൻ അനുവദിക്കുകയുള്ളൂ. അക്കൗണ്ടിൽ പണമില്ലാത്തതു കാരണം ATM ഇടപാട് പരാജയപ്പെട്ടാൽ 25 രൂപ പിഴയായി നൽകണം. മറ്റു പ്രമുഖ ബാങ്കുകളും സമാനമായ രീതിയിലാണ് കേട്ടോ നീങ്ങുന്നതും. SBI, ICC തുടങ്ങിയ ബാങ്കുകൾ സാധാരണയായി മാസത്തിൽ 5 സൗജന്യ ഇടപാടുകളാണ് നമുക്ക് നൽകുന്നത്. ഇതിനുശേഷം 20 രൂപ മുതൽ 21 രൂപയും ഒപ്പം GSTയും ഈടാക്കാറുണ്ട്. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ ഇടപാട് പരാജയപ്പെട്ടാൽ മിക്ക ബാങ്കുകളും 20 രൂപയ്ക്ക് മുകളിൽ പിഴ ഈടാക്കാറുണ്ടെന്ന കാര്യവും നിങ്ങൾ മറക്കരുത്. അതിനാൽ ബാലൻസ് പരിശോധിച്ച ശേഷം മാത്രം ATMൽ കാർഡ് ഇടുക എന്നു സാരം. രേഖകളുടെ കാര്യത്തിലും ചില മാറ്റങ്ങളുണ്ട്. ഇനി മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കാൻ ആധാർ മാത്രം പോരെ കേട്ടോ. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ നിർബന്ധമാണ്. നിങ്ങൾ സ്വർണ്ണ ബോണ്ടുകൾ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണേ. RBI വഴി നേരിട്ട് വാങ്ങുന്ന ബോണ്ടുകൾക്ക് മാത്രമേ കാലാവധി കഴിയുമ്പോൾ നികുതി ഇളവ് ഇനി ലഭിക്കുകയുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വാങ്ങുന്നവയ്ക്ക് ഇനി മുതൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടി വരും. വിദേശയാത്രകൾക്കും ചിലവേറുകയാണ്. എത്ര ചെറിയ തുകയുടെ വിദേശ ടൂർ പാക്കേജ് ആണെങ്കിലും 2% ഫ്ലാറ്റ് TCS നൽകേണ്ടി വരും. മുമ്പുണ്ടായിരുന്ന എല്ലാ ഇളവുകളും ഇതോടെ റദ്ദാക്കപ്പെടുകയാണ്. അവസാനമായി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം അതിൽ തെറ്റു കണ്ടാൽ തിരുത്താൻ ഇനി 12 മാസം വരെ സമയം ലഭിക്കും. എന്നാൽ ആദ്യത്തെ 9 മാസം കഴിഞ്ഞാൽ തിരുത്തുന്നതിന് പിഴ നൽകേണ്ടി വരും. ചുരുക്കത്തിൽ ഡിജിറ്റൽ ഇടപാടുകളിലും നികുതി ഫയലിംഗിലും കൂടുതൽ കൃത്യത പാലിക്കേണ്ട ഒരു വർഷമാണ് കടന്നു വരുന്നത്. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്താൽ അനാവശ്യമായ പിഴകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും.